ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. ഏലക്കാടിൻ സുഗന്ധം തേയില തളിർക്കും വസന്തം, അരുവികൾ പാടുന്നു സ്പൈസ് FM. ഹൈറേഞ്ചിന്റെ ശബ്ദം. സ്പൈസ് FM. സ്പൈസ് FM. കേൾക്കാതിരിക്കുന്നതെങ്ങനെ? സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ ശ്രീ അജയ് വേണു പെരിങ്ങാശ്ശേരി എഴുതി അവതരിപ്പിച്ച കഥ, വർഗീസ് വഴിത്തല അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം അജയ് വേണു പെരിങ്ങാശ്ശേരി അവതരിപ്പിച്ച കഥ ഹെർ എക്സ്. ഹെർ എക്സ് കോളിംഗ് എന്നെഴുതി കാണിച്ച് മുന്നിലെ ടേബിളിലിരുന്ന് ബഹളമുണ്ടാക്കുന്ന ഫോണിലേക്ക് നോക്കി ആദിത്യൻ നിശ്ചലനായിരുന്നു. ഇന്നാണ് അയാൾ കാണണമെന്ന് പറഞ്ഞ ദിവസം. രാവിലെയും വൈകിട്ടുമായി ഇന്നലെ പലതവണ അയാൾ വിളിച്ചിരുന്നു, എടുത്തില്ല. ഇന്നിപ്പോൾ തന്നെ 5ാമത്തെയോ 6ാമത്തെയോ കോളാണ്. എന്തു ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഫോൺ ബഹളം അവസാനിപ്പിച്ച് ശാന്തമായി. പുറകെ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജിൻ്റെ ശബ്ദം. അയാളാണ്. ആദ്യത്തിനത് പ്ലേ ചെയ്തു. സാർ, ഞാൻ കുറേ തവണ വിളിച്ചിരുന്നു. എനിക്കൊന്ന് കണ്ടേ മതിയാവൂ. അത്രയ്ക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. മറുപടി തരണം. അതൊരാജ്ഞയാണോ അപേക്ഷയാണോ എന്ന് തിരിച്ചറിയാനാവാതെ ആദിത്യൻ ഫോൺ നോക്കി അല്പസമയമിരുന്നു. എന്നിട്ട് അയാളുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പുറത്ത് യേശുദാസിൻ്റെ പഴയ ഒരു ഹിന്ദിപ്പാട്ടിൻ്റെ ശബ്ദം. കോൾ വേഗം തന്നെ എടുക്കപ്പെട്ടു. ആദിത്യൻ വിനയം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നലെയും ഇന്നുമൊക്കെ ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. അതാ കോൾ എടുക്കാൻ പറ്റാത്തെ. ക്ഷമിക്കണം കേട്ടോ. നമുക്കെപ്പോഴാണ് കാണേണ്ടത്? എപ്പോൾ വേണമെങ്കിലും കാണാം സാർ. ഞാൻ ടൗണിലുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് കാണാൻ പറ്റിയാൽ നന്നായേനെ. നേരത്തെ മടങ്ങാലോ. മോൾ എത്തുന്നതിന് മുമ്പ് തിരിച്ചെത്തണം. അയാളുടെ ആശങ്ക കലർന്ന ശബ്ദം. അതിനെന്താ, നമുക്ക് കാണാലോ. ഞാൻ എവിടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞോളൂ. ആദിത്യൻ ഉദാരമനസ്കനായി. നമുക്ക് സിറ്റി ബേക്കറിൽ കാണാം സാർ. അത് സാറിനും നല്ല പരിചയമാണല്ലോ. സാർ വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. സ്ഥലത്തിൻ്റെ പേര് കേട്ട് ആദിത്യൻ ഞെട്ടി. അപ്പോഴേക്കും കോൾ കട്ടായിരുന്നു. ചന്ദ്രസേനൻ എന്നാണ് അയാളുടെ പേര്. ചാരു എന്ന തൻ്റെ ഭാര്യ ചാരുലതയുടെ ആദ്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള കള്ളുകുടിയനായ ഭാര്യയെ തല്ലുന്ന കഥയിലെ വില്ലനായ ഒരാളല്ല ചന്ദ്രസേനൻ. വില്ലനല്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷേ ഈ കഥയിലെ നായകനും ചിലപ്പോൾ അയാളാകും. ചന്ദ്രസേനൻ നായകനാകുമ്പോൾ അപ്പോൾ പിന്നെ തൻ്റെ റോൾ എന്തായിരിക്കും? ആദിത്യൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. താൻ എത്ര തവണ ചന്ദ്രസേനനെ കണ്ടിട്ടുണ്ടാകും? 3 തവണ. ആദ്യം അയാളെ കണ്ടത് ചാരുവുമായുള്ള അയാളുടെ കല്യാണം ഉറപ്പിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്. അമ്പാടി ബാറിൽ പോയി 2 എണ്ണം അടിച്ചതിൻ്റെ ബലത്തിൽ ചാരു തൻ്റെ പെണ്ണാണ്, അവളെ തനിക്ക് തരണമെന്നാവശ്യപ്പെടാൻ ചെന്നതാണ്. അന്ന് പക്ഷേ 6 അടി പൊക്കത്തിൽ കട്ടി മീശ വെച്ച ഗൗരവക്കാരനെ കണ്ട് ഭയന്ന് തിരിച്ചു പോരുകയായിരുന്നു. ചന്ദ്രസേനൻ ചാരുവിനെ വിവാഹം ചെയ്ത ദിവസം ഒരു താലി ചരടിൽ തൂങ്ങി തൻ്റെ പ്രണയം ആത്മഹത്യ ചെയ്യുന്നത് കാണാൻ ചെന്ന അന്നാണ് അയാളെ പിന്നീട് കണ്ടത്. ഹൃദയം തകർന്ന് കരഞ്ഞുകൊണ്ടാണ് അന്ന് തിരിച്ചു പോന്നത്. അവസാനമായിട്ട് അയാൾ കണ്ടത് സിറ്റി ബേക്കറിൽ വെച്ചാണ്. അന്ന് പക്ഷേ കരഞ്ഞത് ചന്ദ്രസേനായിരുന്നു. ഓർമ്മയിൽ ഒരാൾ കണ്ണ് നിറച്ച് നിൽക്കുകയാണ്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അലറിയുള്ള കരച്ചിൽ. ആദിത്യൻ എഴുന്നേറ്റു. ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകുന്നു എന്ന് ഓഫീസിൽ അറിയിച്ച് അയാൾ പുറത്തേക്ക് നടന്നു. ചന്ദ്രസേനൻ രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുകയാണ് എന്ന ചിന്തയാണ് തലയിൽ മുഴുവൻ. ഓഫീസിലിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. എന്തിനാവും കാണണമെന്ന് അയാൾ പറഞ്ഞത്? കഴിഞ്ഞ ബുധനാഴ്ച അയാൾ വിളിച്ചപ്പോൾ മുതൽ പല സാധ്യതകളും ചിന്തയിലൂടെ കടന്നു പോയതാണ്. പക്ഷെ ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പകരം ചോദിക്കാനാണോ? ഏയ്, അതാവില്ല. അതിന് ഇത്ര വർഷം കാത്തിരിക്കേണ്ടല്ലോ. എന്തോ അപകടമാണ് വരാൻ പോകുന്നതെന്ന് വെറുതെ മനസ്സ് പറയുന്നു. മനുഷ്യനെപ്പോഴും ഏതൊരു കാര്യത്തിൻ്റെയും നെഗറ്റീവാണ് ആദ്യം പ്രതീക്ഷിക്കുന്നതെന്ന് ആദ്യത്തിന് തോന്നി. കാറിൽ റോഡിലേക്ക് ഇറങ്ങിയതും ഉറക്കെ സൈറൻ മുഴക്കിക്കൊണ്ട് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് കടന്നുപോയി. ചാരുവിനെ വിളിക്കണോ എന്ന ചിന്തയെ വേണ്ടെന്ന് വെച്ച് അയാൾ കാറ് മുന്നോട്ടെടുത്തു. 17 വർഷങ്ങൾ കൊണ്ട് എത്ര വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. സിറ്റി ബേക്കറിയുടെ AC തണുപ്പിലിരിക്കുമ്പോൾ ചന്ദ്രസേനൻ ഓർത്തു, അന്ന് AC ആയിരുന്നില്ല. പഴയ കസേരകൾ പതുപത്ത് കുഷ്യനായി മാറിയിരിക്കുന്നു. പുറം ലോകത്തെ ഗ്ലാസ് ഇട്ട് തിരിച്ചിട്ടുണ്ട്. ടേബിളിന് മുകളിൽ മനോഹരമായി അലങ്കരിച്ച ഒരു ബൾബ് തെളിഞ്ഞു കിടക്കുന്നു. ജയചന്ദ്രൻ്റെ ശബ്ദത്തിൽ ഒരു പാട്ട് ചെറുതായി കേൾക്കാം. ആളുകൾ ഒറ്റയ്ക്കും കൂട്ടവുമായി വന്നും പോയിരിക്കുന്നു. ബേക്കറിയിലെ ഓരോ ടേബിളും ഓരോ ലോകങ്ങളാണെന്ന് ചന്ദ്രസേനന് തോന്നി.
ആരും ആരെയും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അന്നൊരു വെള്ളിയാഴ്ച ഇതേ ടേബിളിൽ വെച്ചാണ് തൻ്റെ ഭാര്യയായിരുന്ന ചാരുലത ആദിത്യനുമായുള്ള അവളുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത്. അച്ചുവിന് അന്ന് 1 വയസ്സ്. വീട്ടിൽ അച്ഛൻ മരിച്ചു കളയും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൾ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് ആദിത്യനെ അവൾക്ക് മറക്കാൻ കഴിയില്ലത്രേ. മനസ്സിലൊരാളെ വെച്ച് മറ്റൊരാളുടെ ഭാര്യയായി കഴിയാൻ അവൾക്കാവില്ലെന്ന്. അതുകൊണ്ട് അവളെ പോകാൻ അനുവദിക്കണം. നല്ല പ്രകാശത്തിൽ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് വെളിച്ചമങ്ങ് കെട്ടുപോയുള്ള അവസ്ഥ. കേട്ടത് വിശ്വസിക്കാൻ പോലുമുള്ള സമയമുണ്ടായിരുന്നില്ല. അതിനു മുൻപേ അച്ചുവിനെ കയ്യിലേക്ക് തന്നിട്ട് ചാരുലത എഴുന്നേറ്റു. പുറകിലെ കസേരയിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെ നോക്കി കൈകൂപ്പുന്നത് അവ്യക്തമായേ കണ്ടുള്ളൂ. അച്ചു വിതുമ്പിക്കരയാൻ തുടങ്ങിയിരുന്നു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴേക്ക് ചാരുലത ബേക്കറിയുടെ പടവുകൾ ഇറങ്ങിയിരുന്നു. എടാ, വേണമെങ്കിൽ ഞാനും കൂടി വരാം. എന്തിനാ അയാൾ വന്നേക്കെന്ന് അറിയില്ലല്ലോ. കാറിൻ്റെ ഹാൻഡ്സ് ഫ്രീ സ്പീക്കറിൽ മഞ്ചേഷിൻ്റെ മുഴക്കമുള്ള ശബ്ദം. വേണ്ടടാ, എന്തായാലും പോയി നോക്കാം. എത്ര കൂട്ടി കിഴിച്ചു നോക്കിയാലും ന്യായം അയാളുടെ ഭാഗത്താണ്. ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ അയാളുടെ ജീവിതം തകർത്ത് കളഞ്ഞത്. എടാ, ഞാൻ എത്താറായി, കഴിഞ്ഞിട്ട് വിളിക്കാം. പിന്നെ നീ ചാരുവിനോടൊന്നും പറയാൻ നിൽക്കണ്ട. ആദിത്യൻ കാർ പാർക്കിങ്ങിലേക്ക് തിരിക്കുന്നതിനിടെ പറഞ്ഞു. നേരെ മുമ്പിൽ സിറ്റി ബേക്കറിയുടെ ചുവന്ന വലിയ ബോർഡ്. ഒരു കാലത്ത് തനിക്കും ചാരുവിനും ഏറ്റവും പ്രിയപ്പെട്ട പേരായിരുന്നു ഇത്. പ്രണയത്തിൻ്റെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാവില്ലേ കണ്ടുമുട്ടാൻ ഒരിടം. ഞങ്ങൾക്കത് സിറ്റി ബേക്കറി ആയിരുന്നു. ഇവിടെ വെച്ച് കാണാത്ത വൈകുന്നേരങ്ങൾ കുറവായിരുന്നു. മഞ്ചേഷും സിദ്ധാർത്ഥും ചാരുവും പിന്നെ ഞാനും. സിറ്റി ബേക്കറിയുടെ ഏറ്റവും അങ്ങേ മൂലയിലുള്ള വലിയ ടേബിളായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടം. പക്ഷേ കഴിഞ്ഞ 17 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും താനോ ചാരുവോ ഇവിടേക്ക് വരുന്ന കാര്യം പറഞ്ഞിട്ട് പോലുമില്ലെന്ന് ആദിത്യൻ അത്ഭുതത്തോടെ ഓർത്തു. എത്ര പെട്ടെന്നാണ് നമുക്കിഷ്ടപ്പെട്ട പലതും അങ്ങനെ അല്ലാതെ ആവുന്നത്. പ്രണയം പൊരുതി നേടിയതിൻ്റെ ത്രില്ല് കഴിഞ്ഞ കാലം മുതൽ സിറ്റി ബേക്കറി എന്ന് ഓർക്കുമ്പോൾ മനസ്സിലൊരു നീറ്റലാണ്. ഒരു കൈക്കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ് മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. ബേക്കറിയുടെ ചില്ലുവാതിൽ തുറന്നപ്പോൾ തന്നെ ചന്ദ്രസേനനെ ആദിത്യൻ കണ്ടെത്തി. 6 അടി പൊക്കത്തിൻ്റെ ഗാംഭീര്യമൊക്കെ പോയിരിക്കുന്നു. താടിയൊക്കെ നരച്ച് ആകെ ക്ഷീണിതഭാവം. അല്ലെങ്കിലും മനുഷ്യരുടെ സ്വപ്നങ്ങൾ നശിക്കുമ്പോഴാണല്ലോ അവർക്ക് വാർദ്ധക്യം ബാധിക്കുന്നതെന്ന് ആദിത്യൻ ഓർത്തു. കുറേ നേരമായോ വന്നിട്ട്? കസേര വലിച്ചിട്ടിരിക്കുന്നതിനിടയിൽ ആദിത്യൻ ചോദിച്ചു. ആലോചനയിൽ നിന്ന് ഞെട്ടി ഉണർന്ന ചന്ദ്രസേനൻ വേഗം എഴുന്നേറ്റു. കുറച്ചായി സാർ, ഞാൻ രാവിലെ തന്നെ എത്തി. നിന്നുകൊണ്ടാണ് അയാളത് പറഞ്ഞത്. സ്വന്തം ജീവിതം തകർത്ത് കളഞ്ഞിട്ട് പോയവനെ കണ്ടിട്ടും അയാൾ എന്തിനാണ് ഇങ്ങനെ ബഹുമാനിക്കുന്നതെന്ന് ആദിത്യൻ അത്ഭുതത്തോടെ ഓർത്തു. അയാൾ എന്താവും തന്നോട് പറയാൻ പോകുന്നത്? ഒരിക്കൽ കൂടി ഊഹിക്കാൻ പരാജയപ്പെടുമ്പോഴേക്ക് ബേക്കറിയുടെ കണ്ണാടി ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചന്ദ്രസേനൻ പറഞ്ഞു തുടങ്ങി. എനിക്കൊരു മോളുള്ളതറിയാലോ, അശ്വതി. അച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുക. ചാരുലത പോയ ശേഷം അവൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു ജീവിതം. മിടുക്കിയാട്ടോ. സ്കൂളിലും നാട്ടിലുമൊക്കെ എല്ലാവർക്കും വലിയ കാര്യമാണ്. പാട്ടും ഡാൻസും അഭിനയം ഒക്കെ ഉണ്ട്. പറ്റുന്ന പോലൊക്കെ ഞാൻ കൂടുന്നുണ്ട്. ഓർഡർ എടുക്കാൻ വന്ന വെയിറ്ററെ ആദിത്യൻ 2 ചായ എന്ന ആംഗ്യം കാണിച്ച് മടക്കി അയച്ചു. അച്ചു ടൗണിലെ സ്കൂളിലെ 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവളെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം പോലീസുകാർ കാറിൽ നിന്ന് പിടിച്ചു. അന്ന് രാവിലെ കൂടി എന്നെ കെട്ടിപ്പിടിച്ച് അപ്പയാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറഞ്ഞിട്ട് പോയ കുട്ടിയാണ്. അവൾ അത്രയ്ക്ക് വലുതായി പോയെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ കൂടെയുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്കൊരിക്കലും കഴിയാറില്ല സാർ. ചന്ദ്രസേനൻ ആദിത്യനെ നോക്കി. അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാറിൽ ആ ചെറുപ്പക്കാരൻ്റെ അമ്മയുണ്ടായിരുന്നു എന്നാണ്. അമ്മയ്ക്ക് അവളെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവളെ കാറിൽ കയറിയതെന്ന് ചന്ദ്രസേനൻ്റെ ശബ്ദമിടറി. അയാൾ നിശബ്ദനായി. വെയിറ്റർ ചായ ടേബിളിൽ വെച്ച് കഴിക്കാൻ ഒന്നും വേണ്ടല്ലോ എന്ന് ചോദിച്ച് നടന്നുപോയി. ചന്ദ്രസേൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ആദിത്യന് ഏകദേശ ധാരണ കിട്ടിയെങ്കിലും ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു. താനിത് കേട്ടേ മതിയാവൂ എന്ന് അയാൾക്ക് തോന്നി. കാരണം ചന്ദ്രസേനന് ഇത് തന്നോടല്ലാതെ മറ്റാരോടും പറയാൻ കഴിയില്ല. പറയാനുള്ളത് ആരോടും പങ്കുവയ്ക്കാനാകാതെ മനസ്സിങ്ങനെ തിങ്ങിപ്പൊട്ടുന്ന അവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് ചാരുവിൻ്റെ കല്യാണം കഴിഞ്ഞത് മുതൽ താൻ അനുഭവിച്ചതാണ്. കേട്ടാൽ മനസ്സിലാവുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സാറിനറിയോ? പിന്നെയും തികട്ടി വന്ന ആദിത്യൻ്റെ ഓർമ്മകൾക്ക് മുകളിലേക്ക് ചന്ദ്രസേനൻ്റെ പതിഞ്ഞ ശബ്ദം വീണ്ടും കയറി വന്നു. എൻ്റെ മോൾ ഇതുവരെ അവളുടെ അമ്മയെപ്പറ്റി എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോടൊന്നല്ല, ആരോടും ചോദിച്ചിട്ടില്ല. ഞാൻ അവളോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ എനിക്കപ്പോൾ തോന്നി ഞാൻ അവളോട് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന്. കയ്യെത്തും ദൂരത്ത് അവളെ പ്രസവിച്ച അമ്മയുണ്ടായിട്ട് കഴിഞ്ഞ 17 വർഷമായി ഞാൻ അവളോട് പറഞ്ഞിട്ടേയില്ല. എനിക്കതിന് പറയാൻ എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിലും അത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അയാളൊന്ന് നിർത്തി. എന്നിട്ട് ആദിത്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ മോൾക്ക് അവളുടെ അമ്മയൊന്ന് കാണണം. അതിനുള്ള വഴി സാർ ഉണ്ടാക്കി തരണം. സ്ഥലം ഇത് മതി. ഇവിടെ വെച്ചാണല്ലോ അവൾക്ക് അവളുടെ അമ്മയില്ലാതായത്. സമയം സാർ തീരുമാനിച്ചോളൂ. അയാൾ പോകാൻ വേണ്ടി എഴുന്നേറ്റു. തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, പക്ഷേ ഒരുപാട് വൈകരുത്. ഇനിയൊരു നഷ്ടം കൂടി താങ്ങാൻ വയ്യ. അതാ. വീട്ടിലേക്ക് കാറോടിക്കുമ്പോൾ ആദിത്യൻ്റെ മനസ്സ് ഒരു യുദ്ധക്കളം പോലെ കലുഷിതമായിരുന്നു. ഭാര്യയെ ആദ്യ മകളെ കാണാൻ വേണ്ടി അയക്കണോ എന്ന ചോദ്യം. വേണം
വേണ്ട എന്ന് രണ്ടുത്തരങ്ങൾ. അവരിങ്ങനെ രണ്ടായി തിരിഞ്ഞ് യുദ്ധം ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് മകളെ കാണാൻ വിടരുത് ആദിത്യ എന്ന് പറഞ്ഞ് തടയുന്നു. പോയാൽ ഇനി അതൊരു തുടർച്ചയാകും. കുടുംബം, അയൽക്കാർ, നാട്ടുകാർ ഇവരോടൊക്കെ എന്തു പറയും? 10 വയസ്സുള്ള മകൻ ഹെഗലിനോട് എന്തു പറയും? അമ്മയ്ക്ക് ആദ്യ ഭർത്താവിലുള്ള കുട്ടിയാണെന്നോ? അവനിപ്പോൾ തിരിച്ചറിവുള്ള പ്രായമാണ്. സ്കൂളിലും കൂട്ടുകാർക്കുമിടയിൽ അവനുണ്ടാകാൻ പോകുന്ന നാണക്കേട്. ഇതിലൊക്കെ ഉപരിയായി യാതൊരു പ്രതിബന്ധങ്ങളുമില്ലാതെ താൻ ഒതുക്കിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന തൻ്റെ കുടുംബം, അത് തകരും. ചാരുലത പോകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ മറുവാദമുയരുന്നു. 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ വീട്ടുകാരും അയൽക്കാരും നാട്ടുകാരും ഒക്കെ ചന്ദ്രസേനുണ്ടായിരുന്നു. അത്രമേൽ സ്നേഹത്തിൽ അയാൾ കൂട്ടിവെച്ച സ്വപ്നങ്ങൾ തകരാതിരിക്കാൻ അയാൾക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു? ഈ കാലം അത്രയും നിങ്ങൾ ചെയ്തതിൻ്റെ വേദന മുഴുവൻ അനുഭവിച്ചത് അയാളാണ് ആദിത്യ. പിന്നെ നിങ്ങൾ പറയുന്ന ഏതൊരു കാര്യത്തിന് മുകളിൽ മറ്റൊരു കാര്യമുണ്ട്. അശ്വതി ചാരുലതയുടെ മകളാണ്. വീട്ടിലേക്ക് കാറെത്തുമ്പോൾ ചാരുവും ആദിലും മുറ്റത്ത് ഷട്ടിൽ കളിക്കുന്നുണ്ട്. വണ്ടി നിർത്തി അവരുടെ ഒപ്പം കൂടുന്ന പതിവ് തെറ്റിച്ച് നേരെ മുറിയിലേക്ക് നടന്നു. ഡ്രസ്സ് മാറുമ്പോഴേക്ക് ചാരുവിൻ്റെ ചോദ്യമെത്തി. എന്തു പറ്റി സാർ? ആകെ ഒരു മൂഡില്ലല്ലോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നിപ്പോൾ മോനും ചോദിച്ചു, അച്ചയ്ക്ക് ഇതെന്താ പറ്റിയെന്ന്. ഏയ് ഒന്നുമില്ലെന്നേ, നിനക്ക് വെറുതെ തോന്നുക. ഹാങ്ങറിൽ നിന്ന് ടീഷർട്ട് എടുത്തിരുന്നതിനിടയിൽ ചാരുവിനെ നോക്കാതെയാണ് മറുപടി പറഞ്ഞത്. ദേ ചുമ്മാ കളിക്കല്ലേ. ഒന്നുമല്ലെങ്കിലും 10-17 വർഷമായില്ലേ കൂടെ പുറകെ തുടങ്ങിയിട്ട്. എനിക്കറിയില്ലേ മുഖം മാറുമ്പം. എന്താന്ന് പറ. പറയാനുള്ളത് ഇങ്ങനെ ഒരു കാര്യമാണെന്ന് വിദൂര ധാരണ പോലുമില്ലാതെ ശാഠ്യം പിടിക്കുന്ന ചാരുലതയെ നോക്കി ആദിത്യം പറഞ്ഞു. ഇന്ന് ചന്ദ്രസേനൻ കാണാൻ വന്നിരുന്നു. ഒറ്റ നിമിഷത്തിൽ നിറം നഷ്ടമായ അവളുടെ മുഖം ആദിത്യൻ കണ്ണാടിയിൽ കണ്ടു. അശ്വതി ഇപ്പോൾ 12ലാണ് പഠിക്കുന്നത്, ടൗണിലെ സ്കൂളിൽ. അറിയാമോ? ആദിത്യൻ അത്ഭുതത്തോടെ ചോദിച്ചു. എങ്ങനെയെന്ന അയാളുടെ സംശയത്തെ അവൾ എൻ്റെ മകളല്ലേ ആദിത്യ എന്ന ചോദ്യം കൊണ്ട് അവൾ പ്രതിരോധിച്ചു. ചാരുലത ഇത്രയും വർഷങ്ങൾക്കിടയിൽ തൻ്റെ മകളെക്കുറിച്ച് അന്വേഷിച്ചിട്ടേ ഉണ്ടാവില്ല എന്ന തൻ്റെ തോന്നലിലെ മണ്ടത്തരമോർത്ത് ആദിത്യന് ചിരി വന്നു. അല്ലെങ്കിലും നമ്മൾ കാണുന്ന പോലല്ലോ ഈ ലോകത്തിലെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ. ചന്ദ്രസേൻ്റെ വിളിയും വരവും സിറ്റി ബേക്കറിയിലെ കണ്ടുമുട്ടലും ഒക്കെ പറഞ്ഞു തീർത്ത് ആദിത്യൻ നിശബ്ദനായി. ചാരുലത നെറ്റിയിൽ കയ്യമർത്തി ഭിത്തിയിൽ ചാരി നിന്നു. ക്ലോക്കിൻ്റെ സൂചി മാത്രം ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എനിക്ക് പോകണം ആദിത്യ, ചാരുലത മുഖം അമർത്തി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ജീവിതത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുള്ളത് 2 പേരോടാണ്, ചന്ദ്രേട്ടനോടും അച്ചുവിനോടും. ചന്ദ്രേട്ടനോട് ചെയ്തതിന് ചിലപ്പോൾ മാപ്പ് കിട്ടിയേക്കാം. പക്ഷേ എൻ്റെ മോളുടെ കാര്യത്തിൽ അതൊരിക്കലും ഉണ്ടാവില്ല. എങ്കിലും എനിക്ക് അവളെ ഒന്ന് കാണണം. നിനക്ക് ഭ്രാന്താണ്, നല്ല മുഴുത്ത ഭ്രാന്ത്. നല്ല ജോലി, ഭാര്യ, മകൻ, ജീവിതം അങ്ങനെ സുന്ദരമായി പോകുമ്പോൾ മനുഷ്യനുണ്ടാകുന്നൊരു കുത്തിക്കഴപ്പില്ലേ, അത് ഇതിന് നീ അനുഭവിക്കും. നോക്കിക്കോ. ഒന്ന് ഞാൻ പറയാം, ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല. സിറ്റി ബേക്കറിയുടെ വടക്കേ മൂലയിലിരുന്ന് മഞ്ചേഷ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊക്കെ താൻ പലതവണ ചിന്തിച്ച കാര്യമാണെന്ന് ആദിത്യന് പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അയാളത് വേണ്ടാന്ന് വെച്ച് അങ്ങേ മൂലയിലെ ടേബിളിലിരിക്കുന്ന ചാരുലതയെ നോക്കി. എന്താണ് അവളിപ്പോൾ ചിന്തിക്കുന്നതെന്ന് അയാൾ വെറുതെ ഊഹിച്ചു നോക്കി. വീണ്ടും പരാജയപ്പെട്ടു. 17 വർഷം മുമ്പ് കാമുകനു വേണ്ടി ഉപേക്ഷിച്ച് പോന്ന മകളെയും ഭർത്താവിനെയും കാണാൻ പോവുകയാണ്. പിന്നിൽ ബേക്കറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം. ചാരുലത തിരിഞ്ഞു നോക്കുന്നു. അവിടേതാ 17 വയസ്സുള്ള ഒരു ചെറിയ ചാരുലത വാതിൽ കടന്നു വരുന്നു. പുറകെ ചന്ദ്രസേനനും. ചാരുലത പതിയെ കസേര വിട്ടെഴുന്നേറ്റു. ഇനിയൊന്നും പഴയ പോലെ ആവില്ല. മഞ്ചേഷ് ഉറക്കെ പെരുവിർത്തു. ഹെർ എക്സ് അജയ് വേണു പെരുങ്ങാശ്ശേരി എഴുതി അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി വർഗീസ് വഴുത്തല അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത ചിറകറ്റ പക്ഷി. കൂരിരുൾ പൂക്കുമീൻ കരിനീല രാത്രിയിൽ ചിറകറ്റ പക്ഷി നീ കൂട് തേടുന്നുവോ? ഘോരനിശീത സമുദ്രം കടക്കുവാൻ തണുവണിക്കാറ്റിൻ്റെ ചിറകിലേറുന്നുവോ? വികൃതമീരാവിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ചോരച്ച കണ്ണുകൾ പതിയിരിക്കുന്നു. അന്ധകാരത്തിൻ്റെ വാതായനങ്ങളിൽ ചുടുനിണദാഹികൾ കുടിയിരിക്കുന്നു. അന്തമില്ലാത്തൊരീ കൂരിരുൾ പാതയിൽ കുറുനരിക്കൂട്ടം നാവു നീട്ടുന്നു. ചിറകറ്റ പക്ഷി നീ അറിയാത്തതെന്തേ? കഠിനമീ രാത്രി തൻ ദുരിതപർവങ്ങൾ. വെളുത്ത പക്ഷങ്ങളേറെ കടന്നുപോയി, നറുനിലാവിൻ്റെ തൂവൽ കൊഴിഞ്ഞുപോയി. പകലു കത്തിയമരുന്നതിൻ മുൻപേ
കൂട്ടിലണയുവാൻ തുനിയാത്തതെന്തു നീ? എവിടെ നിന്നുടെ ഓമൽ ചിറകുകൾ? എവിടെ നിന്നുടെ ആകാശമോഹങ്ങൾ? നീചവേടൻ്റെ കെണിയിൽ പിടഞ്ഞുവോ? കാട്ടുതീയിൽ പെട്ടുപാടിക്കരിഞ്ഞുവോ? ചിറകറ്റ പക്ഷി നീ മിണ്ടാത്തതെന്തേ? ആർദ്രമധുരമായി പാടാത്തതെന്തേ? മൂകമുരുകി നിന്നുള്ളം തകർന്നുവോ? ശോകഭരിതമാം ഗാനം നിലച്ചുവോ? ഈ ഭീതരാവിൻ കറുത്തയാമങ്ങളിൽ മരണദൂതന്മാർ കാത്തുനിൽക്കുന്നു. നീ തനിച്ചെങ്ങനെ ഇനിയും നടക്കും? ചാവുനിലത്തിൻ കവാടം കടക്കും. വഴിനീളെ അലറുന്ന ചുടലഭൂതങ്ങളും കലിതുള്ളിയുറയുന്ന കുടിലദൈവങ്ങളും അനാഥശവങ്ങൾ പങ്കിട്ടെടുക്കുവാൻ തീക്കണ്ണു നീട്ടി കാത്തിരിക്കുന്നു. ചിറകറ്റ പക്ഷി നീ തളരുന്നതിൻ മുൻപേ, രാത്രിഞ്ചരന്മാർ ഉണരുന്നതിൻ മുൻപേ, ഈ ഘോരരാവിൻ കനൽപാത താണ്ടുക. പുലരിയിലേക്കു നീ വേഗം നടക്കുക. ഈ ഘോരരാവിൻ കനൽപാത താണ്ടുക. പുലരിയിലേക്കു നീ വേഗം നടക്കുക. അടുത്തതായി സന്ധ്യ മുതൽ പുലരി വരെ. സന്ധ്യ മുതൽ പുലരി വരെ. നിഴലു നീളുന്നൊരീ വഴിത്താരയിൽ പകലു വീണലിയുന്നു മൂകമായി. പ്രണയസന്ധ്യതന്മാരിൽ നിറക്കൂട്ട് ചാർത്തിയെത്തുന്നു വർണ്ണമേഘങ്ങളും. രക്തവർണം വിരിയുന്ന വാനിലായി കൂട് തിരയുന്ന പറവകൾ പാറുന്നു. മഴനിലാവിൻ്റെ കാന്തി മറയുന്നു. ഇരുളു തൂകിപ്പരക്കുന്നു രാത്രിയായി. ഇരുളു തൂകിപ്പരക്കുന്നു രാത്രിയായി. അകലയെങ്ങോ മലമ്പുള്ള് കരയുന്നു. ഒട്ടിയ വയറുമായി ചെറുബാല്യമുണരുന്നു. മിഴിയിലൂറുന്ന കണ്ണീർ കണങ്ങളിൽ ഇനിയുമണയാത്ത താതനെ തേടുന്നു. ഇനിയുമണയാത്ത താതനെ തേടുന്നു. പതികനെ കാത്തിരുളിൻ്റെ വീതിയിൽ ഉടലുവിലയിട്ട പെണ്ണവൾ നിൽക്കുന്നു. അരികിലന്തപ്പുരത്തിൻ്റെ മേടയിൽ ജാരനെ കാത്തിരിക്കുന്നൊരുത്തിയും. ജാരനെ കാത്തിരിക്കുന്നൊരുത്തിയും. വ്യർത്ഥമൊരു ചിന്തയുണരുന്നു ഹൃത്തിലായി. അർത്ഥമറിയാതെ ഉരുകുന്നു പിന്നെയും. ഭിന്ന ലക്ഷ്യങ്ങളേകമായി ചേരുന്നതേതു പ്രതീക്ഷ തൻ നാരായമുനകളിൽ. ഏതു പ്രതീക്ഷ തൻ നാരായമുനകളിൽ. രാപ്പാടി മൂളും വിഷാദരാഗങ്ങളിൽ രാവുമൂകമായി തേങ്ങുന്നു പിന്നെയും. നീഹാരമുതിരുന്ന ധന്യയാമങ്ങളിൽ നിശാഗന്ധി വിടരുന്നു കന്യാവനങ്ങളിൽ. നിശാഗന്ധി വിടരുന്നു കന്യാവനങ്ങളിൽ. നീലവിരിയിട്ട യാമങ്ങൾ നീളവേ ജഡികമോഹങ്ങൾ ഉണരുന്നു ഭൂമിയിൽ. നറുനിലാവിൻ്റെ കുളിര് തേടുമീ പവിഴമല്ലി തന്നാണം തൊടുത്തു. പുലർക്കാല താരകം കൺചിമ്മി നോക്കവേ അരുണനുണരുന്നു ചക്രവാളത്തിലായി. ചിതറി വീഴുന്ന പുതുമഞ്ഞു തുള്ളിയിൽ പുലരിയെത്തുന്നു പൂവിന്തലങ്ങളിൽ.
കിളികൾ പാടുന്നു പൂമരച്ചില്ലയിൽ, അരിയ പൂമൊട്ട് വിരിയുന്നു വല്ലിയിൽ. പ്രകൃതിയുണരുന്നു കളകൂജനങ്ങളിൽ, രാഗമലിയുന്നു ജയദേവഗീതമായി, രാഗമലിയുന്നു ജയദേവഗീതമായി. അജയ് വേണു പെരിങ്ങാശ്ശേരി അവതരിപ്പിച്ച കഥ, വർഗീസ് വഴിത്തല അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.